600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരമൊരു സംഭവം നടക്കാനുള്ള സാധ്യതയിൽ ശക്തമായ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പാലത്തായി പോക്സോ കേസിൽ അതീവ നിർണായകമാകുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന പ്രതിഭാഗത്തിന്റെ വാദവും ഇനി നിർണായകമാകും. കുട്ടി നൽകിയ പല മൊഴികളിലും ഭാവനാത്മകമായ കാര്യങ്ങളാണ് ഉള്ളതെന്നും നിരീക്ഷിച്ചു. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച് പ്രതിയായ അധ്യാപകനും BJP നേതാവുമായ K. പത്മരാജന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക പരാമർശങ്ങൾ. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച ശിക്ഷാവിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ജസ്റ്റിസ് V. രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ച് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയിൽ പ്രഥമദൃഷ്ട്യാ തെറ്റുണ്ടെന്ന് വിലയിരുത്തിയാണ് ജീവപര്യന്തം ശിക്ഷാവിധി ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചത്. ഇരയായ കുട്ടിയെ യാതൊരു വിധത്തിലും അധിക്ഷേപിക്കാതെയും കുറ്റപ്പെടുത്താതെയുമാണ് കേസിന്റെ വിചാരണയിൽ കടന്നുവന്ന പ്രകടമായ വൈരുദ്ധ്യങ്ങളെ കോടതി ഗൗരവമായി കണക്കിലെടുത്തത്. അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും കുട്ടി നൽകിയ മൊഴികളിൽ കാര്യമായ പൊരുത്തക്കേടുകളും പലപ്പോഴായി വരുത്തിയ തിരുത്തലുകളും ഉണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾക്ക് പുറമെ കേസിൽ ഹാജരാക്കപ്പെട്ട വൈദ്യപരിശോധനാ റിപ്പോർട്ടും ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യവും തമ്മിൽ യോജിച്ചു പോകുന്നില്ലെന്ന കാര്യവും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. മെഡിക്കൽ തെളിവുകളിലെയും സാക്ഷിമൊഴികളിലെയും ഈ വലിയ പൊരുത്തക്കേടുകൾ വിചാരണ കോടതി വേണ്ടത്ര ഗൗരവത്തോടെ കാണാതിരുന്നത് അപ്പീൽ നടപടികളിൽ പ്രതിക്ക് അനുകൂലമായ ഘടകമായി മാറി. സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന വിദ്യാലയത്തിലെ പൊതു അന്തരീക്ഷത്തെക്കുറിച്ചും കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി. 600ഓളം വിദ്യാർത്ഥികൾ ദിനംപ്രതി പഠിക്കുന്ന, ജീവനക്കാരും അധ്യാപകരും സജീവമായി ഇടപെടുന്ന ഒരു സ്കൂളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ശുചിമുറി കേന്ദ്രീകരിച്ച് തുടർച്ചയായി പീഡനം നടന്നു എന്ന് പറയുന്നത് യുക്തിഭദ്രമല്ലെന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യം ന്യായോചിതമാണെന്ന് കോടതി കണ്ടു. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചതിനെ തുടർന്ന് പ്രതിക്കെതിരെ നിലനിന്നിരുന്ന രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്ന വാദവും കോടതി വിലയിരുത്തി. മൊഴികളിൽ കടന്നുകൂടിയ ഭാവനാത്മകമായ വിവരണങ്ങൾ കേസിന്റെ സുതാര്യതയെ ബാധിച്ചിട്ടുണ്ടെന്നും വിചാരണഘട്ടത്തിൽ അത് നിസ്സാരമായി തള്ളിക്കളയാനാവില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. 2020 ജനുവരി 15 മുതൽ ഫെബ്രുവരി 2 വരെയുള്ള കാലയളവിൽ കണ്ണൂർ പാനൂർ പാലത്തായിലെ സ്കൂളിൽ വെച്ച് 4ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി 3 തവണ പീഡനത്തിനിരയായി എന്നതായിരുന്നു കേസ്. 2020 മാർച്ച് 17-ന് ചൈൽഡ് ലൈൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും തുടർന്ന് ഏപ്രിൽ 15-ന് അധ്യാപകനായ പത്മരാജൻ അറസ്റ്റിലായതും. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വലിയ രീതിയിലുള്ള ജനരോക്ഷത്തിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതേ തുടർന്ന് ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും പിന്നീട് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടുത്തി അന്തിമ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ 2025 നവംബറിലാണ് തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിക്ക് ജീവപര്യന്തം തടവും 40 വർഷത്തെ അധിക ശിക്ഷയും വിചാരണ കോടതി വിധിച്ചിരുന്നു.